പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ കടക്കാരാക്കുന്ന 8 കാര്യങ്ങളാണ്. ഈ 8 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടം വന്ന് മുടിഞ്ഞു പോകും. ഒരിക്കലും നമ്മളെ കടം വീടൂല. സാമ്പത്തികമായ പുരോഗമനം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും വേണ്ട. ഏതൊക്കെയാണ് ആ 8 കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹു നമ്മളുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ബറക്കത്ത് കരസ്ഥമാക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 8 കാര്യങ്ങളെ കുറിച്ചാണ്. അഥവാ നമ്മളെ കടക്കാരാക്കുന്ന, കടം വന്ന് തുലഞ്ഞു പോകുന്ന 8 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ 8 കാര്യങ്ങൾ നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സാമ്പത്തികമായ പുരോഗമനം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും കടക്കാരായിരിക്കും, എപ്പോഴും ദരിദ്രരായി ജീവിക്കേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഏതൊക്കെയാണ് ആ 8 കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒന്നാമത്തെ കാര്യം എല്ലാവരും ശരിക്ക് അടിവരയിട്ട് മനസ്സിലാക്കുക, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കലാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പല പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. വീടുണ്ടാക്കാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, അതുപോലെ തന്നെ മക്കളെ കെട്ടിക്കാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, അതും ആവശ്യത്തിൽ കൂടുതൽ ലോൺ എടുക്കുന്ന ആളുകളുണ്ട്. വാഹനം വാങ്ങാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ആളുകളുണ്ട്, അതും ആവശ്യത്തിൽ കൂടുതലാണ്. പല ആളുകളും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. ലോൺ എടുക്കുക എന്ന് പറയുന്നത് പലിശയുമായി ബന്ധപ്പെട്ടതാണ്. പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. മഹാനായ നബി തങ്ങൾ അവരെ ശപിച്ചിരിക്കുന്നു. മാത്രമല്ല വൻ പാപങ്ങളിൽ പെട്ടതാണ് പലിശയുമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു തെറ്റാണ് ലോണ് അതല്ലെങ്കിൽ പലിശ എന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല. പലിശയുമായി ബന്ധപ്പെട്ടവർ ജീവിതത്തിൽ വിജയിച്ച ചരിത്രം ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, പിന്നെയും ലോൺ എടുക്കും, പിന്നെയും ലോൺ എടുക്കും. അങ്ങനെ മരണം വരെ ലോൺ എടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് പലിശയുമായി നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മരണം വരെ കടക്കാരായി മാറും. അള്ളാഹു കാക്കട്ടെ. അത്തരം മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, മുസീബത്ത് കാരണം, പ്രയാസം കാരണം അറിവില്ലാതെ ഒരുപാട് ആളുകൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തിരിച്ചടക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അത്തരം മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപ്പൊ ഒന്നാമത്തെ കാര്യം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കലാണ്. നമ്മൾ കടം വന്ന് മുടിഞ്ഞു പോകും, അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഒരുപാട് ആളുകൾക്ക് അത് ജീവിതത്തിൽ അനുഭവമാണ് എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം ലോട്ടറി എടുക്കലാണ്. എത്ര ആളുകളാണ് എല്ലാ ദിവസവും ലോട്ടറി എടുക്കാൻ 100ഉം 50ഉം 200ഉം 500ഉം ചെലവഴിക്കുന്നത്? ലോട്ടറി ഇസ്ലാം തെറ്റാണെന്ന് പറഞ്ഞതാണ്. ഒരുതരം ചൂതാട്ടത്തിൽ പെട്ടതാണെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ് ലോട്ടറി എന്ന് പറയുന്നത്. മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ലോട്ടറി എടുക്കാൻ പാടില്ല, അത് ഹറാമാണ്. അങ്ങനെ ലോട്ടറിയുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കടക്കാരായി മുടിഞ്ഞു പോകും. നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. കാരണം അതൊക്കെ അള്ളാഹു ഹറാമാക്കിയതാണ്. ഇസ്ലാമിനെ നിന്ദിക്കലാണ് ലോട്ടറി എടുക്കുന്ന സമയത്ത് നാം ചെയ്യുന്നത്. അതുകൊണ്ട് ലോട്ടറിയുമായി നമ്മൾ ബന്ധപ്പെടരുത്. ക്യാഷുള്ള ആളുകൾ പോലും ലോട്ടറി എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്തിനാണ് ഇത്തരം ആർത്തിയോടെ നമ്മൾ ജീവിക്കേണ്ടതില്ല. അതുകൊണ്ട് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കടം വന്ന് മുടിഞ്ഞു പോകും, അതല്ലെങ്കിൽ കടക്കാരായി നശിച്ചു പോകും. അള്ളാഹു കാക്കട്ടെ. മൂന്നാമത്തെ കാര്യം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കൽ തെറ്റൊന്നുമല്ല.
അതല്ലെങ്കിൽ ഹറാമൊന്നുമല്ല. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ സമ്പത്ത് തുലഞ്ഞു പോവുകയാണ്. അനാവശ്യമായി നമ്മൾ സമ്പത്ത് ചെലവഴിക്കുകയാണ്. നമ്മളെ വീട്ടിൽ അടുപ്പുണ്ട്, നമ്മളെ വീട്ടിൽ കിച്ചണുണ്ട്, നമ്മൾക്ക് വീടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എല്ലാ ദിവസവും എന്തിനാണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്? ഭാര്യക്ക് അസുഖമാണെങ്കിൽ, ഭാര്യക്ക് ക്ഷീണമാണെങ്കിൽ ഭർത്താവിന് അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കാലോ, അതല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാലോ. അപ്പോ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യും, അതല്ലെങ്കിൽ അപ്പോ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ചില ആളുകളുണ്ട്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണം, ചിലപ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഹോട്ടലിൽ നിന്ന് കിട്ടും, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ക്യാഷ് ചെലവഴിച്ച് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടക്കാരായി പോകും. ചില ആളുകൾ കണ്ടിട്ടില്ലേ, രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിക്കും, ആ കിട്ടിയ 1000 രൂപ ഹോട്ടലിൽ കൊണ്ടുപോയി കൊടുക്കും. പിറ്റേ ദിവസവും അങ്ങനെ, പിറ്റേ ദിവസവും കൂട്ടുകാരെ കൊണ്ടുപോയി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. അവന്റെ കയ്യിൽ ഒരു മാസമായ ഒന്നും ഉണ്ടാവൂല, പാപ്പരനായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 4ാമത്തെ കാര്യം, സിഗരറ്റ്, ബീഡി, കഞ്ചാവ്, മദ്യപാനം എന്നിവയ്ക്ക് വേണ്ടി ക്യാഷ് ചെലവഴിക്കുക എന്നുള്ളതാണ്. നമ്മളെ ശരീരത്തിന് ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ബീഡി വലി ശരീരത്തിന് എന്തുപകാരമുള്ളത്? ദുനിയാവിൽ ഉപകാരമുണ്ടോ? ആഖിറത്തിൽ ഉപകാരമുണ്ടോ? മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടോ? അതുമില്ല. അതുപോലെ തന്നെ കഞ്ചാവ് നമ്മളെ ശരീരത്തിന് നാശമല്ലാതെ അതുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ മദ്യപാനം നമ്മളെ ശരീരത്തിന് നാശമല്ലാതെ അതുകൊണ്ട് ഒന്നും ലഭിക്കുകയില്ല. അത് മരുന്നല്ല, അത് രോഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ക്യാഷ് ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുലഞ്ഞു പോവുകയാണ്. മാത്രമല്ല, മാരകമായ രോഗം വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സിക്കണ്ടേ? ചികിത്സിക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് ലക്ഷങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ തുലഞ്ഞു പോകും. അതുകൊണ്ട് ബീഡി വലി ഒഴിവാക്കുക, കഞ്ചാവ് ഒഴിവാക്കുക, മദ്യപാനം ഒഴിവാക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരക്കാർക്ക് അല്ലാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ. 5ാമത്തെ കാര്യം, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വില നോക്കാതെ ഷോപ്പിംഗ് നടത്തുക എന്നുള്ളത്. ഭർത്താക്കന്മാര് ഗൾഫിലായിരിക്കാം, അതല്ലെങ്കിൽ അവർ ജോലി സ്ഥലത്തായിരിക്കാം. നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ, അതല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കടയിൽ പോകുമ്പോൾ വില നോക്കാതെ ഒരിക്കലും നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ പാടില്ല, മറ്റുള്ള ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ പാടില്ല. നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ അതിന്റെ വില എന്താണെന്ന് ആദ്യം ചോദിച്ചറിയണം. അതല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ വില എന്താണെന്ന് ആദ്യം നമ്മൾ ചോദിച്ചറിയണം. അതിനുശേഷമാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങേണ്ടത്. അല്ലാതെ വില നോക്കാതെ നമ്മൾ ഷോപ്പിംഗ് നടത്തിയാൽ നമ്മൾ കടക്കാരായി പോകും. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, നമ്മളെ സമ്പത്തിനെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായി പോകും. അതുകൊണ്ട് വില നോക്കി ഷോപ്പിംഗ് നടത്തുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 6ാമത്തെ കാര്യം, അനാവശ്യമായി കൂടുതൽ വിലയുള്ള മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ടാബ് തുടങ്ങിയ വസ്തുക്കൾ വാങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ചില ആളുകളുണ്ട്, വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം മൊബൈൽ ഫോൺ വാങ്ങുന്ന ആളുകളുണ്ട്. പഠനാവശ്യത്തിന് വേണ്ടിയല്ല, ജോലി ആവശ്യത്തിന് വേണ്ടിയല്ല, വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം 50,000-ന്റെയും ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് കടം വാങ്ങി ലോൺ എടുത്തുകൊണ്ട് അടവിന് വേണ്ടി മൊബൈൽ ഫോൺ വാങ്ങുന്ന ആളുകളുണ്ട്, ലാപ്ടോപ്പ് വാങ്ങുന്ന ആളുകളുണ്ട്, ടാബ് വാങ്ങുന്ന ആളുകളുണ്ട്. ഇതൊക്കെ അടച്ചു തീർക്കണ്ടേ? ഇതൊക്കെ നമ്മൾ അധ്വാനിക്കുന്ന ക്യാഷ് അല്ലേ? അനാവശ്യമായി എന്തിനാണ് മൊബൈൽ ഫോണിന്റെ ആവശ്യം? അനാവശ്യമായി എന്തിനാണ് ലാപ്ടോപ്പ് വാങ്ങുന്നത്? അനാവശ്യമായി എന്തിനാണ് ടാബ് വാങ്ങുന്നത്, കമ്പ്യൂട്ടർ വാങ്ങുന്നത്? പഠനാവശ്യത്തിന് വേണ്ടി വാങ്ങാം, ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വാങ്ങാം, അതല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങാം. അതൊക്കെ ഇത് അനാവശ്യമായി വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം, അതല്ലെങ്കിൽ കൂട്ടുകാരന്റെ അടുത്ത് കണ്ടിട്ട് വേണ്ടി മൊബൈൽ ഫോൺ വാങ്ങുന്ന പല ആളുകൾ. കൂട്ടുകാരൻ 50,000-ന്റെ ഫോൺ വാങ്ങിക്കൊള്ളൂ, അതുകൊണ്ട് ഞാനും വാങ്ങുകയാണ്. എന്റെ അയൽവാസി 60,000-ന്റെ ഫോൺ വാങ്ങിയിട്ടുണ്ട്, ഞാനും 60,000-ന്റെ ഫോൺ വാങ്ങുക എന്ന് പറഞ്ഞിട്ട് അടവിന് ഫോൺ വാങ്ങുന്ന ആളുകളുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് മൊബൈൽ ഫോൺ വാങ്ങുന്ന ആളുകളുണ്ട്. സൂക്ഷിച്ചോ, നീ കടം വന്ന് മുടിഞ്ഞു പോകും. അത്തരക്കാർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. 7ാമത്തെ കാര്യം, വരുമാനത്തിൽ കൂടുതൽ ചെലവുണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ചില ആളുകളുണ്ട്, ആകെ 10,000 രൂപയെ വരുമാനം ഉണ്ടാകുള്ളൂ, അതല്ലെങ്കിൽ 50,000 രൂപ വരുമാനം ഉണ്ടാകുള്ളൂ, അതല്ലെങ്കിൽ 30,000 രൂപ വരുമാനം ഉണ്ടാകുള്ളൂ. പക്ഷെ അവന്റെ ചെലവഴിക്കലോ 60,000-ഉം 70,000-ഉം ഒക്കെ ആയിരിക്കും ഒരു മാസം. അങ്ങനെ ഒരു മാസം നമ്മൾക്ക് ചെലവ് വരുമ്പോൾ നമ്മളുടെ സാലറി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് കടം വാങ്ങാണ്. അങ്ങനെ മാസം മാസം കടം വാങ്ങാണ്. അങ്ങനെ വലിയ കടക്കാരായി നമ്മൾ മാറുകയാണ്. അപ്പൊ വരുമാനം നോക്കിയാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്. വരുമാനം നോക്കിയാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങേണ്ടത്. 10,000 രൂപയാണ് നമ്മൾക്ക് വരുമാനമെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സാണ് നമ്മൾ വാങ്ങേണ്ടത്. ഇതൊക്കെ പ്രത്യേകിച്ച് നമ്മളെ സഹോദരിമാര് ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ഭർത്താവിനോട് ആവശ്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ. ഭർത്താവ്
ഭർത്താവിന് 10,000 സാലറി എങ്കിൽ നമ്മൾ ഒരു മാസം 5,000ന്റെ ഡ്രസ്സ് വേണമെന്ന് പറയാൻ പാടില്ല. ഭർത്താവിന് 30,000 സാലറി എങ്കിൽ 10,000ന്റെ ഡ്രസ്സ് വേണമെന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടാൻ പാടില്ല. ഭർത്താവിന്റെ വരുമാനം മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ അവരോട് ആവശ്യങ്ങൾ പറയേണ്ടത്. ഡ്രസ്സിന്റെ കാര്യമാണെങ്കിലും വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും വരുമാനത്തിൽ കൂടുതൽ നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാസം കടക്കാരായി മാറും. അങ്ങനെ നമ്മൾ കൊല്ലത്തിൽ വലിയ കടക്കാരായി മാറും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. ഭർത്താവ് 25,000 രൂപ ഗൾഫിൽ നിന്ന് അയക്കുന്നുണ്ടെങ്കിൽ ആ 25,000 രൂപ ഒരു മാസം തന്നെ ചെലവഴിക്കണം എന്ന് തീരുമാനിച്ച ചില സഹോദരിമാരുണ്ട്, എന്ന് തീരുമാനിച്ച ചില ഉപ്പമാരുണ്ട്. മക്കള് ഗൾഫിലായിരിക്കും, അവരൊരു മാസം 25,000 അയക്കും, അതില്ലെങ്കിൽ ഒരു മാസം 30,000 അയക്കും. ആ 30,000വും ആ മാസം ചെലവഴിക്കണം എന്ന് തീരുമാനിക്കുന്ന ചില സഹോദരിമാര്, ചില ഉപ്പമാര്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മളെ മക്കള് ഗൾഫിൽ നിന്ന്, അതല്ലെങ്കിൽ പ്രവാസികള് ഭർത്താക്കന്മാര് ഗൾഫിൽ നിന്ന് 25,000 അയക്കുന്നുണ്ടെങ്കിൽ ഒരു 10,000 എങ്കിലും അതിൽ നിന്ന് സേവ് ചെയ്യാൻ ഭാര്യമാര് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ വലിയ പണക്കാരായി മാറും. ഒരാവശ്യം വരുമ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങേണ്ടി വരില്ല. ഹോസ്പിറ്റൽ ചെലവ് വരുമ്പോ, ഹോസ്പിറ്റലിന്റെ ആവശ്യം വരുമ്പോ മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് കടം വാങ്ങേണ്ടി വരില്ല. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങേണ്ട ഒരു അവസ്ഥ നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വരുമാനത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ ചെലവഴിക്കേണ്ടത്. 8ാമത്തെ കാര്യം മറ്റുള്ളവരുടെ കണ്ടുകൊണ്ട് ചെലവഴിക്കുക എന്നുള്ളതാണ്. ഒരാൾ അയൽവാസി വലിയ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്, 2 നില വീടുണ്ടാക്കിയിട്ടുണ്ട്, എന്നാ പിന്നെ നമ്മൾ 2 നില വീടുണ്ടാക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മളെ വരുമാനത്തിനും നമ്മളെ സമ്പാദ്യത്തിനും നമ്മളെ സാലറിക്കും നമ്മളുടെ പൂളാസിറ്റിക്കും കപ്പാസിറ്റിക്കും അനുസരിച്ചായിരിക്കണം വീടുണ്ടാക്കേണ്ടത്. അയൽവാസി അവിടെ 2 നില വീടുണ്ടായിക്കോട്ടെ, നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? എന്നിട്ട് ഇപ്പം ബാങ്കിൽ പോയി ലോൺ എടുക്കുക, മറ്റുള്ള അവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഇപ്പം വലിയ 2 നില വീടുണ്ടാക്കുക, എന്നിട്ട് അത് അടക്കാൻ വേണ്ടി കഷ്ടപ്പെടുക, പ്രയാസപ്പെടുക, ദുആ ചെയ്യാൻ പറയാ. എന്താണ് അതിന്റെ ആവശ്യം? അയൽവാസി തന്റെ മകളെ നല്ല ജോറായി പരിപാടി നടത്തി, കുഴിമന്തി ഉണ്ടാക്കി, ബിരിയാണി ഉണ്ടാക്കി, ആട് ബിരിയാണി ഉണ്ടാക്കി, എന്നാ പിന്നെ അത് നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചേ നമ്മൾ വിവാഹ സദ്യ നടത്തേണ്ടതുള്ളൂ. അയൽവാസി വലിയൊരു ബെൻസ് കാർ വാങ്ങിയിട്ടുണ്ട്, നമ്മൾ ലോൺ എടുത്തിട്ട് അടവിന് ബെൻസ് കാർ വാങ്ങുക, അങ്ങനെ തീരുമാനിക്കരുത്. നമ്മളുടെ വരുമാനത്തിനനുസരിച്ച്, നമ്മളെ സാലറിക്ക് അനുസരിച്ചാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങേണ്ടത്, നമ്മൾ വീട് നിർമ്മിക്കേണ്ടത്, അതുപോലെ തന്നെ വാഹനം വാങ്ങേണ്ടത്, മൊബൈൽ ഫോൺ വാങ്ങേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ളവരുടെ കണ്ടുകൊണ്ട് നമ്മൾ തുള്ളാൻ എടുക്കണ്ട, അല്ല തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 9ാമത്തെ കാര്യം കിട്ടിയത് മുഴുവനും ചെലവഴിക്കുക എന്നുള്ളത്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, രാവിലെ ജോലി ചെയ്യും, വൈകുന്നേരത്ത് വന്നാൽ പിന്നെ അത് മുഴുവനും അങ്ങ് ചെലവാക്കും. ചിലപ്പോൾ കള്ളു കുടിച്ചിട്ട്, അതല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചിട്ട്, അതല്ലെങ്കിൽ ബീഡി വലിച്ചിട്ട്, അതല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട്. കൂട്ടുകാർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണ്ടെന്നല്ല കേട്ടോ, എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി. മാസ അവസാനം അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, വട്ടപൂജയായിരിക്കും. മഹർ വാങ്ങാൻ പോലും ക്യാഷ് ഇല്ലാത്ത എത്ര ചെറുപ്പക്കാരുണ്ട്. എല്ലാ ദിവസവും ജോലി ഉണ്ടാകും, പക്ഷെ അവർക്ക് സേവിങ്സ് ഇല്ല. എന്റെ പ്രിയമുള്ളവരെ, സേവിങ്സ് വേണം. നമ്മൾക്ക് അബൂബക്കർ റളിയല്ലാഹുവിനെ പോലത്തെ ഈമാനൊന്നുമില്ല, ഉമർ റളിയല്ലാഹുവിനെ പോലത്തെ ഈമാനൊന്നും ഞമ്മക്കില്ല. എന്നാ പിന്നെ നമ്മൾക്ക് സേവിങ്സിന്റെ ആവശ്യമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി സ്വതക്ക ചെയ്യണം, ദീനിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലുള്ളത് മുഴുവനും കൊണ്ടുവന്നു. അബൂബക്കർ തങ്ങളും വീട്ടിലുള്ളത് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇനി വീട്ടിൽ എന്താണ് ബാക്കിയുള്ളത്? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെലവിന് ഒഴിച്ചാൽ പിന്നെ ബാക്കിയൊന്നുമില്ല. എന്റെ കുട്ടികൾക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാനുള്ളത് മാത്രം ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് നബിയെ. എന്നാൽ അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് വീട്ടിൽ ബാക്കി വെച്ചിട്ടുള്ളത്? അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, എന്റെ വീട്ടിലുള്ള സമ്പത്ത് മുഴുവനും ഞാൻ ഇതാ ദീനിനെ സംഭാവന ചെയ്യുന്നു. അത്ര ഈമാനൊന്നും ഞമ്മക്കില്ല. അതുകൊണ്ട് കിട്ടിയത് മുഴുവനും സ്വതക്ക കൊടുക്കാനോ പള്ളിക്ക് കൊടുക്കാനോ അതല്ലെങ്കിൽ ദീനിന് വേണ്ടി ചെലവഴിക്കാനോ നിൽക്കണ്ട. അത്രയും ഈമാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മക്കള് പട്ടിണി അടക്കുക, മക്കള് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ പാടില്ല. നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ സേവിങ്സ് ചെയ്യണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ അർത്ഥം പള്ളിക്ക് സംഭാവന കൊടുക്കണ്ട, മദ്രസയ്ക്ക് സംഭാവന കൊടുക്കണ്ട, ദീനിന് വേണ്ടി സദക്ക ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ വരുമാനത്തിനനുസരിച്ചായിരിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പട്ടിണി കിടക്കാൻ പറ്റൂല, പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മളെ മക്കള് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ കിട്ടുന്നത് മുഴുവനും ചെലവഴിക്കുന്ന ഒരു സ്വഭാവം പല ചെറുപ്പക്കാർക്കുണ്ട്. നമ്മളെ രക്ഷിതാക്കൾ, ഇത് കേൾക്കുന്ന രക്ഷിതാക്കള് മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.
20 കൊല്ലം ജോലി ചെയ്ത് 15ാമത്തെ വയസ്സിൽ ജോലിക്ക് പോയിട്ട് 26ാമത്തെ വയസ്സിൽ വിവാഹം അന്വേഷിക്കുമ്പോ അവന്റെ കയ്യിൽ മഹർ വാങ്ങാൻ കായില്ല. കാരണം എന്താ? കിട്ടുന്നത് മുഴുവനും അടിച്ചു പൊളിച്ച് ടൂർ പോയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ഡ്രസ്സ് വാങ്ങിയിട്ടും ഫോൺ വാങ്ങിയിട്ടും ചെലവഴിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരിക്കലും പഠിക്കരുത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടം വാങ്ങി ജീവിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ വലിയ കടക്കാരായി പോകും. അതുകൊണ്ട് സേവിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രാഫ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അമിതമായ ചെലവഴിക്കൽ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് കിട്ടുന്നത് മുഴുവനും ചെലവഴിക്കരുതേ എന്ന് ഞാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും നിങ്ങളെ മക്കളെയും ഈ ക്ലാസ് കേൾക്കുന്നവരെ മുഴുവനും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ 9 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെടുത്ത് വരുമാനം ഉണ്ടാകും, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു കടങ്ങളെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.